തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിൽ വേലുത്തമ്പി ദളവയുടെ ഒരു പൂർണ്ണകായ പ്രതിമ നിൽപ്പുണ്ട്. വെങ്കല പ്രതിമയാണോ അതോ സിമൻറ്റ് പ്രതിമയാണോ എന്നെനിക്കറിയില്ല. ഈ പ്രതിമ ഞാനും പലതവണ കണ്ടിട്ടുണ്ട്. ആ പ്രതിമയിൽ കൊല്ലത്തിൽ 2 തവണ ഹാരാർപ്പണം നടത്താനും പുഷ്പാർച്ചന നടത്താനുമുള്ള അവകാശം ചില സംഘടനകൾക്കും വ്യക്തികൾക്കും ഉണ്ട്. അത് ഒന്ന് വേലുത്തമ്പിയുടെ ജന്മദിനമാണ്, മറ്റത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കുണ്ട്ര വിളംബരം നടത്തിയ ദിവസമാണ്. രണ്ട് ദിവസമുള്ളൂ, കൊല്ലത്തിൽ 2 ദിവസം. അത് ചില സംഘടനക്കാരും ചില വ്യക്തികളൊക്കെ വന്ന് വേലുത്തമ്പി അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി. ഏതായാലും ആ പരിപാടി ഇനി വേണ്ട, കടക്ക് പുറത്ത് എന്നാണ് നമ്മുടെ കാരണഭൂതൻ്റെ ഏറ്റവും പുതിയ കൽപ്പന. വേലുത്തമ്പിയെക്കാളൊക്കെ എത്രയോ ഉഗ്രനാണ്, എത്രയോ ഗംഭീരനാണ്, എത്രയോ പ്രതാപശാലിയാണ്, എത്രയോ കഠോരനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കാരണഭൂതൻ. വേലുത്തമ്പി ദളവയ്ക്ക് ഉടവാളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് മഴുവാണ്, കോടാലിയാണുള്ളത് എന്ന വ്യത്യാസമുള്ളൂ. കാരണഭൂതൻ കേരള ചക്രവർത്തിയായിട്ട് ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇനി എന്തിന് വേലുത്തമ്പി, ഇനി എന്തിന് പഴശ്ശിരാജ, ഇനി എന്തിന് ടിപ്പു സുൽത്താൻ, ഇനി എന്തിന് കുഞ്ഞാലി മരക്കാർ, ഇതിനൊന്നും ആവശ്യമില്ല. കാരണം മൂപ്പലാൻ ഇവരെക്കാളൊക്കെ ഗംഭീരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്ന് മാത്രമേ. അതുകൊണ്ട് കാരണഭൂതൻ സെക്രട്ടേറിയറ്റ് ഭരിക്കുമ്പോൾ, കേരളം ഭരിക്കുമ്പോൾ, കൽപ്പന കല്ലേ പിളർക്കുമ്പോൾ, ഇനി മേലിൽ വേലുത്തമ്പിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ, അല്ലെങ്കിൽ ഹാരാർപ്പണം നടത്താൻ, അല്ലെങ്കിൽ പൂവിട്ട് പൂജിക്കാൻ ഒരു പൊന്നുപോലും സെക്രട്ടേറിയറ്റിൻ്റെ വളപ്പിൽ കയറണ്ട എന്നാണ് കൽപ്പന. എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്താനാണ്. ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഭരണസ്ഥിരാകേന്ദ്രമാണ്. പണ്ട് ഇതിന് ഹജൂർ കച്ചേരി എന്നാണ് പറഞ്ഞത്. അന്നദാതാവായ പൊന്നുതിരുമേനി ഭരിച്ചിരുന്ന കാലത്ത് ഹജൂർ കച്ചേരി എന്നാണ് പറഞ്ഞത്. ആ CP രാമസ്വാമിയടക്കം പല ഗംഭീരന്മാരും അവിടെ നിന്ന് ഭരിച്ചിട്ടുണ്ട്. ജനകീയ ഭരണം വന്നതിന് ശേഷം പട്ടം നാണുപിള്ള, പിന്നീട് TK നാരായണപിള്ള, C കേശവൻ, അതുപോലുള്ള ആളുകൾ ഭരിച്ചു. തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം AJ ജോൺ, അതുപോലെ പനമ്പിളി ഗോവിന്ദമേനൊക്കെ ഭരിച്ചു. കേരള സംസ്ഥാന പിറവിക്ക് ശേഷം നമ്പൂരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ മുഖ്യമന്ത്രിമാരായിരുന്നു. അവരാരും ഈ സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷ ഒന്ന് ശക്തിപ്പെടുത്തണം. ഈ കണ്ട അണ്ടനും അണകോടനും വഴിയെ പോണനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ ഇവിടെ വന്ന് വേലുത്തമ്പിക്ക് ഹാരർപ്പണം നടത്തുന്ന പരിപാടി നിർത്തണം എന്നവർക്ക് ആർക്കും തോന്നിയില്ല. സെക്രട്ടേറിയറ്റ് 2 ദിവസം ആൾക്കാർ കയറിയെന്ന് വെച്ച് അതങ്ങനെ പങ്കിലമാകുകയോ അതിൻ്റെ ഒരു ഗരിമ കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യും എന്നവർ വിചാരിച്ചില്ല. പക്ഷേ അവരെ പോലെയല്ലോ പിണറായി മഹാരാജാവ്, അദ്ദേഹം കേരള ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണം ഇത് 10ാം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 5-6 മാസം കൂടി ഉള്ളൂ. പഴയ സിനിമാ പാട്ടി പറഞ്ഞ പോലെ ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പു മാറുവാൻ. അത്ര താമസമുള്ളൂ. ആകെ 6 മാസം മാത്രം എൻ്റെ ഭരണം തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറുവാൻ. പിന്നെ സ്റ്റേറ്റുകാരുമില്ല, 36 വാഹനങ്ങളുടെ അകമ്പടിയില്ല, പാറ്റൻ ടാങ്കും ഇല്ല, പിന്നെ എന്താണ് ഫയർ എഞ്ചിനും ഇല്ല, ആംബുലൻസും ഇല്ല, ഒരു ഉണ്ടംപൊരിയില്ല. പിന്നെ കണ്ണൂർ പോയിരുന്ന് പിണറായിയിലെ തറവാട്ട് മുറ്റത്തിരുന്ന് കൊച്ചുമക്കൾക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ പാർട്ടി ഫ്ലാറ്റിൽ പതുങ്ങിയിരുന്ന് വല്ല വിരുദ്ധന്മാരും വരുന്നുണ്ടോയെന്ന് പേടിച്ച് ജീവിക്കാം. അത്രേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും അങ്ങനെയല്ലോ, പോണേക്ക് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. ജനോപകാരപ്രദമായിട്ടൊന്നും ചെയ്യാൻ മൂപ്പലാൻ ഇതുവരെ പറ്റിയില്ല. എന്നാൽ പോകുന്ന വഴിക്ക് ഈ വേലുത്തമ്പിയെ ഒന്ന് താത്തി കെട്ടിക്കളയാം എന്ന് വിചാരിച്ചു. ഏത് വേലുത്തമ്പി, എന്ത് വേലുത്തമ്പി? നാം ഇവിടെ ഭരിക്കുമ്പോൾ വേലുത്തമ്പിയില്ല, മാത്തൂത്തരകനുമില്ല, എന്താണ് നമ്മുടെ പാലിയത്തച്ഛനും ഇല്ല, കുഞ്ഞാലി മരക്കാരും ഇല്ല, അവരൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇനി മേലിൽ ഒരു പൊന്നുമോനും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഈ പേരും പറഞ്ഞ് കാലെടുത്ത് ഊത്താൻ പാടില്ല. എന്ന് വെച്ച് വേലുത്തമ്പി അനാദരിച്ചു എന്നാരും പറയണതില്ല. അതിനുവേണ്ടി ചെറിയൊരു പഴുതിട്ടുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള രാജഭക്തന്മാരായ നായന്മാരൊക്കെ കോപിച്ച് വശവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴുതിട്ടുണ്ട്. അതെന്താ വെച്ചാൽ
ഈ വേലുത്തമ്പിയുടെ ജന്മദിനത്തിലും അതുപോലെ തന്നെ കുണ്ട്ര വിളംബരത്തിൻ്റെ വാർഷികത്തിലും മന്ത്രിമാർക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിക്ക് അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അതുപോലെ അണ്ടർ സെക്രട്ടറിക്ക് അതുപോലെ സെക്ഷൻ ഓഫീസർക്ക് ആർക്ക് സമയമില്ലെങ്കിൽ അവിടുത്തെ ചപ്രാസിക്കോ പ്യൂണിനോ താല്പര്യമുള്ള പക്ഷം ആരാർപ്പണം നടത്താനോ പുഷ്പചക്രം അർപ്പിക്കാനോ എന്തുവേണമെങ്കിലും ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് സർക്കാർ സംവിധാനത്തിന് മാത്രമേ പറ്റൂ. സർക്കാർ സംവിധാനത്തിൽ പുഷ്പചക്രവും വയ്ക്കില്ല, പുഷ്പകിരീടം അണിയിക്കില്ലെന്ന് നമുക്കറിയാം. അത്രയൊക്കെ മതി വേലുത്തമ്പിയെ പോലെ ഒരു സവർണ്ണ മൂരാച്ചി, ഒരു നായർ മാടാമ്പിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ഇടം കൊടുത്തതന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ അത് വല്ല കരയോഗ ഓഫീസിൻ്റെ മുമ്പിൽ വെക്കേണ്ട പ്രതിമയാണ്. കൂടി കഴിഞ്ഞാൽ നമുക്ക് NSSൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഇദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുക്കാം. മന്നത്തപ്പൻ്റെ അപ്പുറത്ത് വേലുത്തമ്പി സാറിനെ കൂടി പടം വച്ചാൽ ആ പെരുന്നയിലെ ആളുകൾക്ക് ആദരിക്കാനൊരു അവസരം കിട്ടും. അതല്ലാതെ കൊണ്ട് ഇത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് തന്നെ ഒരു വലിയ ജാതി അധിക്ഷേപമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ വോട്ട് ബാങ്കിനെ ബാധിക്കും. തിരുവനന്തപുരത്ത് ഈസ്റ്റിലും നോർത്തിലും വെസ്റ്റിലും ഒക്കെയുള്ള നായന്മാരെ ഇടതുപക്ഷത്തിന് എതിരായിട്ട് വോട്ട് ചെയ്യും എന്ന പേടിയുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംശയം, ഒരു ആശങ്ക ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിട്ട് BJPക്കാർ അരയും തലയും മുറുക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേലുത്തമ്പിയുടെ പ്രതിമ എടുത്ത് മാറ്റിയാൽ ചിലപ്പോൾ തട്ട് കിട്ടും. അതുകൊണ്ട് പ്രതിമ തൽക്കാലം മാറ്റണ്ട. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഈ പ്രതിമ ചാക്കി കെട്ടി അറബിക്കടലിൽ കൊണ്ട് താത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കരയോഗ ഓഫീസിന് മുമ്പിൽ കൊണ്ട് വയ്ക്കുകയോ വല്ലതും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്ത് വളരെ ശ്ലാഘനീയമായ ഒരു കൃത്യമാണ്. ഈ കാരണഭൂതൻ്റെ സ്വഭാവം നോക്കുമ്പോൾ ഈ നാട്ടിൽ 2 വേലുത്തമ്പിക്ക് സ്കോപ്പില്ല. പുള്ളിയുള്ളപ്പോൾ പിന്നെ എന്തിന് വേലുത്തമ്പി, പുള്ളിയുള്ളപ്പോൾ പിന്നെ എന്തിന് പഴശ്ശി രാജ, പുള്ളിക്കാരനുള്ളപ്പോൾ പിന്നെ എന്തിന് കുഞ്ഞാലി മരക്കാർ. അതിനൊന്നും ഒരു കാര്യമില്ല. എല്ലാത്തിനും കൂടി നമുക്ക് അന്നദാതാവായ പൊന്നു തിരുമേനി, അതായത് പിണറായി സഖാവ് ഉണ്ട്. കിറ്റ് ദാതാവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരിയായിരിക്കും. ഈ ഓണത്തിന് പുള്ളി കിറ്റ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മഞ്ഞൾ, ഉലുവ, കടുക്, പയർ, പിന്നെ ചാക്കരി, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായിട്ട് ചിലപ്പോൾ പാമ്പോയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഒരു കിറ്റിലാക്കി പുള്ളി തരുന്നുണ്ട്. ഒരു കിറ്റ് ദാതാവായ തിരുമേനിയുള്ളപ്പോൾ വെറുതെ എന്തിനാണ് ഈ നമ്മുടെ വേലുത്തമ്പി? ഏതായാലും സർക്കാരിനെ അഭിനന്ദിക്കുന്നു. ഇത്ര വലിയ ധീരമായ തീരുമാനമെടുക്കാൻ പിണറായി സഖാവിന് മാത്രമേ പറ്റുള്ളൂ. സഖാവിൻ്റെ മഹത്വം അങ്ങ് ചക്രവാളത്തോളം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.